സംസ്ഥാനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്തിനാണ്? ഈ സംസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ പറയുമായിരുന്നു, ഇന്ത്യക്കകത്ത് ജനിക്കാൻ കിട്ടിയത് പുണ്യമാണ്, അതിനേക്കാൾ നല്ല സുഹൃതമാണ് കേരളത്തിൽ ജീവിക്കാൻ കിട്ടിയത്, അതിനേക്കാൾ നല്ല സുഹൃതമാണ് തിരുവനന്തപുരം ജില്ലയിൽ ജീവിക്കാൻ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടും കേരളത്തിൽ ജനിക്കാതിരിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത പ്രാർത്ഥന. മരണം ഉണ്ടെങ്കിൽ ജനനമുണ്ട്, ജനനം ഉണ്ടെങ്കിൽ മരണം ഉണ്ടെന്നുള്ള വ്യവസ്ഥ കണ്ടുപിടിച്ചത് അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് ഇനി ജനിക്കരുത് എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. അത് നീ എന്തുകൊണ്ടെന്ന് കേൾക്കണം. അപ്പോഴിത് കാരണം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മാറി മാറി ഭരിക്കുന്നവരൊക്കെ വികസിപ്പിച്ച് 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 കേരളം ഇത്രയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എന്താണ് വികസിപ്പിക്കുക? ഉള്ള ജനങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ സ്വന്തം അഹങ്കാരമാണ് മാറ്റി വെച്ചാൽ ജനങ്ങളുടെ വോട്ടിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. ആ അധികാരം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ജനങ്ങളെ എങ്ങനെ സേവിക്കാവോ എന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. അത് മൊത്തത്തിൽ രാമായണത്തിലുണ്ട്. ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ആ പ്രജകളെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, പ്രജകൾ എങ്ങനെ രാജാവിനെ കാണണം, ഒരു ഭാര്യധർമ്മം എന്താണ്, ഇതിനെക്കുറിച്ച് അവരവരുടെ ധർമ്മത്തെക്കുറിച്ച് ഭംഗിയായിട്ട് രാമായണത്തിലുണ്ട്. പക്ഷെ സംഭവം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ലൊരു പണം ഉള്ളവരൊരു ബിസിനസ് നടത്താൻ പോലും പറ്റില്ല. കാരണം അപ്പോഴെല്ലാ പാർട്ടിക്കാരും കൊടിയും കൊണ്ട് വിൽക്കൊണ്ട് വരും. അവർ കൊണ്ടുപോകുന്നതൊക്കെ മറ്റുള്ള സംസ്ഥാനത്താണ്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ പോലും പോയി സുഖമായിട്ട് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് 100 രൂപ കൊണ്ട് ഒരു കുടുംബം ജീവിച്ചു പോകും. ഇവിടെ വികസിപ്പിച്ച് വികസിപ്പിച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കേരളം ഇത്രയും നല്ല സുന്ദരമായിട്ട് തിളങ്ങുന്നത് ആര് രാഷ്ട്രീയക്കാരൻ്റെയും കഴിവുകൊണ്ടല്ല. ഒരുപാട് ആൾക്കാർ അവരവരുടെ കുടുംബം മറന്ന് അന്യ രാജ്യത്ത് പോയി കിടന്ന് കഷ്ടം അനുഭവിച്ച്, അറബ് രാജ്യത്ത് പോയി കിടന്ന് അനുഭവിച്ച് ആ രാജ്യത്തിന് നന്നാക്കി ഈ രാജ്യത്തിന് നന്നാക്കിയത് അത്രയും ഒരുതരം അത്രയും പ്രവാസി മലയാളികളെന്ന് വേണമെങ്കിൽ പറയാം. അവരാണ് ഈ രാജ്യത്തെ നന്നാക്കിയെടുത്തത്. അതുകൊണ്ട് അതിന് ഉപയോഗം കൊയ്യുന്ന എത്ര ഇവിടെ മാറി മാറി ഭരിക്കുന്നവരാണ്. അവരുടെ കയ്യിലുള്ള ഒരു കുട്ടിക്ക് മാതാപിതാക്കളെ കൂടെ ജീവിക്കാൻ പേടിയാണ്. ആ മാതാപിതാക്കളുടെ കുട്ടിയെ വെളിയിലോട്ട് വിട്ടാൽ തിരിച്ചു വന്ന് കയറുന്നവരെ അവർക്കൊരു പേടിയാണ്. ആ കാലഘട്ടത്തിലാണ് കേരളം ജീവിക്കുന്നത്. കാരണം ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളം ജനാധിപത്യമേ അല്ല. ഒരാളുടെ തെറ്റിനെ കുറിച്ച് പറഞ്ഞു പോയാൽ അവനെ ആ ഗുണ്ടകൾ വന്ന്, അവരെ വിശ്വസിക്കുന്ന പാർട്ടിയിലെ ഗുണ്ടകൾ വന്ന് കൊന്നുകളയും. ആ വ്യവസ്ഥയാണ് കേരളം. അതാണോ ഇവിടുത്തെ ജനാധിപത്യം? അല്ല. ഒരാളിന് തെറ്റ് കണ്ടാൽ പറയാനൊരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പോഴാ തെറ്റ് തിരുത്തി വരാനും മറ്റുള്ളവർക്ക് കഴിയും. അതാണോ കേരളത്തിൽ നടക്കുന്നത്? ഒരു ബിസിനസ് നടത്താൻ കഴിയില്ല. ഒരു രീതിയിൽ നമുക്ക് ഒരു വീട് വെക്കാൻ പോലും കഴിയില്ല. 2 സെന്റ് കഷ്ടപ്പെട്ട് വാങ്ങിച്ച് ഒരു വീട് വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെയെല്ലാം കാല് പിടിക്കണമെന്ന് പറയാം. ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം കയറി ഇറങ്ങണം. ഈ ഒരു വ്യവസ്ഥ കേരളത്തിലല്ല വേറെ ഒരു സ്ഥലത്ത്, ഒരൊറ്റ സംസ്ഥാനത്തില്ല. ഒരു കാറ് വാങ്ങിച്ചാൽ തന്നെ അവൻ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു വണ്ടി വാങ്ങിച്ചാൽ എന്തെല്ലാം വ്യവസ്ഥ. ഇതാണ് ഈ കേരളത്തിന്റെ ശാപം. കേരളത്തിൽ ഏറ്റവും ശാപപ്പെട്ട ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥ ജനാധിപത്യം ഇല്ല, സ്നേഹമില്ല, ഇഷ്ടമില്ല. ജനാധിപത്യം എന്താണെന്ന് പോലും ഇവിടെ മാറി മാറി ഭരിക്കുന്നവർക്ക് അറിയില്ല. ജനാധിപത്യം എന്താണെന്ന് പോലും ഇവിടെ എല്ലാവരും പരസ്പരം കാണപ്പം സഖാവെന്ന് എന്നെ വിളിക്കുന്നുണ്ട്. സഖാവിൻ്റെ അർത്ഥം എന്താ? മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു സഖാവ് എന്ന് മുഖത്ത് നോക്കി വിളിച്ചാൽ ആ സഖാവിൻ്റെ അർത്ഥം ആത്മമിത്രം എന്നാണ്. ആത്മമിത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് ഉപകരിക്കുന്നവനും ആപത്തി സഹായിക്കുന്നവനാണ് ആത്മമിത്രം. അവനെയാണ് സഖാവ് എന്ന് വിളിക്കാൻ തന്നെ. ഇവിടെ അതാണോ? ഇവിടെ എല്ലാവരും നമ്മൾ എല്ലാം വിളിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ, നിന്റെ കുടുംബത്തിലൊക്കെ സഖാവ് എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷേ സഖാവിൻ്റെ അർത്ഥം പോലും ആർക്കും അറിയില്ല. കുഴപ്പക്കാർ അത്ര ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അവനാണ് ഇവിടുത്തെ സർവ്വനാശം ഉണ്ടാക്കിയെടുക്കുന്ന. ഒരു ഓമിൻ്റെ അർത്ഥം പോലും അറിയില്ല. അവന് രാഷ്ട്രീയക്കാരൻ്റെ പിറകിൽ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. മതത്തിലെയും പിറകെ പൊയ്ക്കൊണ്ടിരിക്കണം. ഏറ്റവും വളർന്നോണ്ടിരിക്കുന്ന 2 മതങ്ങളാണ്. ആ മതങ്ങളെ കൂട്ടി വളർത്തുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്. അവർക്ക് വോട്ട് മതി. അതുകൊണ്ട് ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ ഒരു സർക്കാരിന് ഒരു വിഷമവും ഇല്ല. കാരണം എന്താണ്? 2 മതങ്ങളും എന്നൊക്കെയാ ഏറ്റവും വലിയ കുഴപ്പക്കാർ ആരാണെന്ന് കേട്ടാൽ എൻ്റെ സ്വന്തം അഭിപ്രായമാണെങ്കിൽ ക്രിസ്ത്യൻ മതം. ബന്ധുക്കോസുകാർ നമ്മുടെ ചരിത്ര പുരുഷന്മാരെയൊക്കെ അടക്കിയാണ് ആക്ഷേപിക്കുന്നത്. ആ ആക്ഷേപിക്കുന്നതിന് പോലും നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ വർഗീയ മതം. എന്താണ് കാരണം? ഈ ഹിന്ദുവിനെ വർഗീയവാദി എന്നല്ല, എന്ത് വിളിച്ചാലും നാണം കെട്ട് പിറകെ പോകും. അത് അവർക്കറിയാം. പക്ഷെ ക്രിസ്ത്യാനിയെ വിളിച്ചാൽ പിറകെ പോകില്ല. അതാണ് ഈ കേരളത്തിലെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ. ഇന്ന് അഭിമാനിക്കാനും ബഹുമാനിക്കാനും പറ്റിയ എൻ്റെ സ്വന്തം അഭിപ്രായമാണെങ്കിൽ ഒരു മതം ഉണ്ടെങ്കിൽ, ആ നല്ലൊരു മതം ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് മുസ്ലിം മതം മാത്രമാണ്. അവർക്ക് ആരെങ്കിലും പേടിയുണ്ട്. പടച്ചതമ്പുരാനെ അല്ലെങ്കിൽ അവരെ മതത്തെ പേടിയുണ്ട്, ഇല്ലെങ്കിൽ പടച്ചതമ്പുരാനെ പേടിയുണ്ട്. ഇവിടെ ആരെയും പേടിയില്ല നടക്കുന്നത് കുറച്ച് ഹൈന്ദവർ മാത്രം. ആരെയും പേടിയില്ല. കുറച്ച് പണം ഉണ്ടാകുമ്പോൾ അവർക്ക് സംസ്കാരം ഉണ്ടായി എന്നാണ് വിചാരം. കാരണം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ, മക്കൾക്കൊന്നും അറിയില്ല. അതായത് ഗുരുവായൂർ പോലത്തെ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പണമുള്ളവൻ്റെ വീട്ടിലെ ആൾക്കാർ വരുന്നത് ഏത് സംസ്കാരത്തിലും അമേരിക്കയിലാണെന്നാണ് എനിക്ക് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ. മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ക്ഷേത്രത്തിലാണ് വരണം എന്നുള്ളത് പോലും അറിയില്ല. മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട്, മുടി അഴിച്ചിട്ടുകൊണ്ട് 3 സ്ഥലങ്ങളിൽ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഒന്ന്, ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, വിളക്കെത്തിക്കാൻ പാടില്ല, ഭക്ഷണം കഴിച്ചുകൂടാ. ഇത് ക്ഷേത്ര ദർശനത്തിന് പോലും കൊണ്ടുവരണം. മാതാപിതാക്കൾ പോലും ശ്രദ്ധിക്കില്ല. ചില ആണുങ്ങൾ പോലും ശ്രദ്ധിക്കില്ല ഭാര്യയെ എങ്ങനെ കൊണ്ട് നടക്കണം, ഏത് വസ്ത്രം ധരിക്കണം.
എന്ന് പോലും അറിയില്ലാത്ത അങ്ങനെ ഒരു വൃത്തികെട്ട സംസ്കാരത്തിൽ, അതായത് ഇവിടെ എല്ലാം നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഫുഡ് വരെ മാറിക്കഴിഞ്ഞു. ഏതാണ്ട് സർവനാശത്തിലേക്ക് തന്നെ കേരളം പോവുകയാണ്. വരും തലമുറ പെട്ടു എന്ന് വേണമെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് പറയാം. കേരളം എന്ന് പറയുന്നത് ഇന്ന് ശരിക്കും പറയുമെങ്കിൽ വിദേശ ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ്. ഇവിടെ സ്വദേശി എന്ന് പറയുന്നത് ഒന്നും തന്നെയില്ല. അത് പറയുന്നവന് തന്നെ അവന് കുരിശാവും. അതുകൊണ്ട് ഒന്നും പറയാനില്ല. തീർന്നു.